നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ഒമാനിലെ സ്കൂളുകൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു. എല്ലാ പൊതു സ്വകാര്യ അന്തർദേശീയ സ്കൂളുകൾക്കും ഏപ്രിൽ 17 ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ദോഫാർ, അൽ വുസ്ത ഗവൺമെന്റുകളിൽ അവധി ബാധകമല്ല. ഉംറ വിസ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. മന്ത്രാലയത്തിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ ഔദ്യോഗിക അക്കൗണ്ട് വഴി ഉംറ യാത്രയുടെ ഉദ്ദേശം നിറവേറ്റുന്നതിന്റെ പ്രാധാന്യം മന്ത്രാലയം അടിവരയിട്ട് വ്യക്തമാക്കി. തീർത്ഥാടകരോട് അവരുടെ വിസ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് രാജ്യം വിടാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. യുഎഇയിലെ കനത്ത മഴ ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും ബാധിച്ചു. നിരവധി വിമാനങ്ങൾ വൈകി. 17 വിമാനങ്ങൾ റദ്ദാക്കുകയും ചെയ്തു. ദുബായിൽ നിന്ന് പുറപ്പെടുന്ന 9 വിമാനങ്ങളും ദുബായിലേക്ക് എത്തുന്ന 8 വിമാനങ്ങളും ഇന്ന് രാവിലെ റദ്ദാക്കി. 3 വിമാനങ്ങൾ സമീപത്തെ എയർപോർട്ടുകളിലേക്ക് വഴിതിരിച്ചുവിട്ടു. അതേസമയം യാത്രക്കാർ വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തണമെന്ന് എയർപോർട്ട് അധികൃതരും അറിയിച്ചു. കൊല്ലം സ്വദേശിയും സാംസ്കാരിക പ്രവർത്തകനും നാടക നടനുമായ ജോബി ടി ജോർജ് സൗദിയിൽ അന്തരിച്ചു. 43 വയസ്സായിരുന്നു. അർബുദബാധിതനായി ദമാമിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഇന്നലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. വിദഗ്ധ ചികിത്സ നൽകുന്നതിനിടെ ഇന്ന് ഉച്ചയോടെയാണ് മരണം സംഭവിച്ചത്. 22 വർഷമായി ദമാമിലെ സ്വകാര്യ കമ്പനിയിൽ ഫിനാൻസ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 2 മാസം കൂടി അവശേഷിക്കെ കുവൈറ്റിൽ പ്രവാസികൾ ഉൾപ്പെടെ 20 ലക്ഷം പേരുടെ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയായി. ഇനി 4 ലക്ഷത്തോളം പേരാണ് നടപടികൾ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത്. ഇതിന്റെ ഭാഗമായി ബയോമെട്രിക് രജിസ്ട്രേഷൻ സെന്ററുകളിൽ നേരിട്ടെത്താൻ പ്രയാസമുള്ളവർക്കായി വീടുകളിൽ ചെന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള സംവിധാനവും നടപ്പിലാക്കും. രോഗികൾ, പ്രായമായവർ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. മലപ്പുറം സ്വദേശി ജിദ്ദയിൽ വാഹനാപകടത്തിൽ മരിച്ചു. കൂട്ടിലങ്ങാടി പള്ളിപ്പുറം സ്വദേശി ചേരിയിൽ നജ്മുദ്ദീനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. സൗദിയിലെ അൽ ബഹയിൽ നക്ലൽ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന നജ്മുദ്ദീൻ ജിദ്ദയിലെ സുഹൃത്തുക്കളും ബന്ധുക്കൾക്കുമൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ എത്തിയതായിരുന്നു. കഴിഞ്ഞ 12 രാത്രിയോടെ അൽ ബഹയിലേക്ക് തിരിച്ചു പോകാനായി റോഡ് മുറിച്ചു കടക്കവേ വാഹനമിടിച്ചായിരുന്നു മരണം സംഭവിച്ചത്. യുഎഇയിൽ മോശം കാലാവസ്ഥ തുടരുന്ന പശ്ചാത്തലത്തിൽ ഷാർജയിലെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളമുള്ള എല്ലാ സർക്കാർ ജീവനക്കാർക്കും യുഎഇ വിദൂര ജോലി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം. ഷാർജയിൽ നേരത്തെ പൊതു സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ ഓൺലൈൻ പഠനവും പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 17 ബുധനാഴ്ചയും ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കാം. കുവൈറ്റ് ഇനി പുതിയ പ്രധാനമന്ത്രി. ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിനെ പ്രധാനമന്ത്രിയെ നിയമിച്ചുകൊണ്ട് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ ഉത്തരവിറക്കി. രാജ്യത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള ചുമതലയും അമീർ അദ്ദേഹത്തിന് നൽകി. കുവൈറ്റിലെ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനാണ് പുതിയ പ്രധാനമന്ത്രി. ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ടുണ്ടായതിൻ്റെയും റോഡുകൾ തകർന്നതിൻ്റെയും പശ്ചാത്തലത്തിൽ യുഎഇയിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകി നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. എല്ലാവരോടും താമസ സ്ഥലങ്ങളിൽ തന്നെ തുടരണമെന്നും അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നുമാണ് NCEMA നിർദ്ദേശത്തിൽ പറയുന്നത്. സൗദിയിൽ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ചുമത്തപ്പെട്ട പിഴകളിൽ 50% ഇളവ്. ഏപ്രിൽ 18 മുതൽ ഒക്ടോബർ 18 വരെയുള്ള മാസങ്ങളിൽ സദാദിയിലും ഈഫ പ്ലാറ്റ്ഫോമിലും ഓട്ടോമാറ്റിക്കായി ഇത് പ്രത്യക്ഷപ്പെടും. ഇതിനായി പ്രത്യേക അപേക്ഷ നൽകുകയോ ഏതെങ്കിലും വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യുകയോ ട്രാഫിക് ഡയറക്ടറേറ്റ് ആസ്ഥാനങ്ങൾ നേരിട്ട് സന്ദർശിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലെന്ന് സൗദി ട്രാഫിക് ഡയറക്ടറേറ്റ് അറിയിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.